ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. കന്നുകാലിക്കടത്ത്, മയക്കുമരുന്ന്, ആയുധക്കള്ളക്കടത്ത്, ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം എന്നിവ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകാത്തവണ്ണം ഇന്ത്യയുടെ അതിർത്തികളെ ഒരു അദൃശ്യ കോട്ടയായി മാറ്റാൻ സ്മാർട്ട് ബോർഡർ എന്നൊരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളിൽ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. നുഴഞ്ഞുകയറ്റം വേരോടെ ഇല്ലാതാക്കാനാണ് നീക്കം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാന് കനത്ത മറുപടി നൽകിയിട്ടുണ്ട് എന്നും ആവശ്യമെങ്കിൽ പാകിസ്ഥാനിൽ കയറി തന്നെ ഇനിയും മറുപടി നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതിർത്തി സുരക്ഷ കർശനമാക്കുന്നതിന് സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സ്മാർട്ട് ബോർഡർ പദ്ധതി എത്രയും വേഗം നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളിൽ ഹൈടെക് ക്യാമറകൾ, റഡാറുകൾ, സെൻസറുകൾ, നിരീക്ഷണോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും. ഇതിലൂടെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും ഇല്ലാതാക്കാനാകും. ഡ്രോൺ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, സംശയാസ്പദമായ നീക്കങ്ങൾ എന്നിവ ഉടനടി കണ്ടെത്തി പ്രതിരോധ നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. कौन नया घुसपैठिया आया है, क्या रूट है, कहां से तस्करी हो रही है, कहां से गौ तस्करी हो रही है, इस सारे रूटों को चून चून कर बंद करना, समाप्त करना, ये बीएसएफ की जिम्मेदारी है. आने वाले दिनों में तीनों राज्यों के मुख्यमंत्रियों के साथ गृह मंत्रालय में हम एक बैठक भी करने वाले हैं और घुसपैठ की दृष्टि से एक मजबूत सुरक्षा ग्रिड हम बनाने वाले हैं. ഭീകരതയ്ക്കും നുഴഞ്ഞുകയറ്റത്തിനും ഇതിനോടകം പാകിസ്ഥാന് കനത്ത മറുപടി നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും പാകിസ്ഥാനിൽ കയറി തന്നെ മറുപടി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. അസം, ത്രിപുര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ബംഗാളിൽ സ്മാർട്ട് ബോർഡർ പ്രൊജക്ടുകൾക്കും ഫെൻസിംഗ് നടപടികളും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആരംഭിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റ് ഭീകരവാദം തടയുന്നതിന് സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായെന്നും BSFന്റെ സ്ഥാപക ഡയറക്ടർ KF റുസ്തംജി സ്മാരക പരിപാടിയിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.